അതെന്താ ഇനി ഞാൻ വരൂല. അതെന്താ ഇനി ഞാൻ വരൂലെന്ന് ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഒരു തവണ എനിക്ക് മീരനെ ഫ്രീ ആയിട്ട് കിട്ടണം, ഫ്രീ ആയിട്ട് കാണണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിന് മീര എനിക്ക് തന്നല്ലോ. അങ്ങനത്തെ ഒരു മോശമൊന്നുമില്ല. ഇപ്പം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയി എന്ന് തോന്നുന്നു. ഏട്ടൻ ചെയ്തിട്ട് കാലം എത്രയായി? ഏട്ടൻ ചെയ്തിട്ട് 5-8 മാസമായില്ലേ അല്ലേ? അതെ. ഏട്ടൻ എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യൂല. കാരണം ഒരു കേരളത്തിലെ ഒരു ഭാര്യയും ഭർത്താവൊന്നും ഇങ്ങനെ ഞാനിപ്പം മീരക്ക് ചെയ്തു തന്ന പോലെ ഒന്നും ആരും ചെയ്യൂല. മനസ്സിലായി? കല്യാണം കഴിക്കാതുകൊണ്ടാ ഇത്ര സ്മാർട്ടായിട്ട് ചെയ്യുന്നു? കല്യാണം കഴിക്കാതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുമ്പം ശരിക്കങ്ങള് അറിഞ്ഞ് കളിക്കുക എന്ന് പറയുന്നില്ലേ. കളിക്കുമ്പോ 2 പേർക്കും ഗുണമുണ്ടാകണം. സാധാരണ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കളിയിൽ ഒരാൾ മാത്രം ജയിച്ചു പോക്കും, മറ്റേ ആള് ഒന്നും ആകാണ്ട് ഇങ്ങനെ ഇരിക്കലാന്ന് പറഞ്ഞു കേട്ടതും അറിഞ്ഞതെല്ലാം അങ്ങനെയാണ്. നല്ല പരിചയമുള്ള പോലെയാണല്ലോ ഇങ്ങനത്തെ പരിപാടി. അത് പരിചയമുള്ള അല്ല, ഇങ്ങനത്തെ പരിപാടി പരിചയമുള്ള പോലെ ആണല്ലോ എന്ന് പറയുമ്പോ ഇതേപോലെ എവിടുന്നും കിട്ടീനല്ലോ. കിട്ടീനാ? ആദ്യമായിട്ട് ചെയ്യുന്നവര് ഇത്ര സ്മാർട്ടായിട്ട് ചെയ്യുക തോന്നില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇത്ര സ്മാർട്ടായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനെ പറ്റി നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നന്നായിട്ട് ധാരണയുണ്ട്. ഞാനിതില് പ്രാക്ടീസ് ഉള്ള ആളാണ് കേട്ടാ. അതെങ്ങനെ പ്രാക്ടീസ്? എന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ, സന്ദീപിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്കിത് അറിയാലോ. അങ്ങനെ നിന്റെ ഏട്ടൻ്റെന്നുള്ള എക്സ്പീരിയൻസ് അല്ലേ ഉണ്ടാവും. പക്ഷെ ഏട്ടന് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കേട്ടോ. അത് മുഴുവൻ എനിക്ക് കിട്ടിയണമെന്ന് എനിക്കറിയില്ല. ആദ്യ കാലത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവൂല്ലേ? അത് നീ വെറുതെ അറിയുന്നല്ലേ, ഏട്ടൻ അങ്ങനെ പോകുന്നതാണെന്നല്ല. എന്റെ കൂട്ടം അത് വിട്ടെ, ഞാൻ വെറുതെ പറഞ്ഞു. അതായത് പുള്ളിക്ക് എക്സ്പീരിയൻസ് ഫുൾ എക്സ്പീരിയൻസ് ഒക്കെ നിനക്ക് കിട്ടിയിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ആദ്യ കാലത്ത് ഉണ്ടാവൂല്ലേ? അത് ഇപ്പൊ ഇങ്ങനെ സന്ദീപ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഇത്ര ഇത് കിട്ടിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇനി മീരി എപ്പോഴും എന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഓർത്തിട്ടെന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഓർക്കുമ്പം ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് വീണ്ടും ഇതുപോലെ സംഗമം നടത്താലോ. ഞാൻ തിരിച്ചു പോകൂലെന്ന് പറഞ്ഞാല് മീര പറഞ്ഞ കുറച്ചു ദിവസം ഞാൻ ലീവൊക്കെ നീട്ടിട്ട് ഇവിടെ നിൽക്കും. അത് വേണ്ട, തിരിച്ചു പോയിട്ട് പിന്നെ വരൂലേ? അത് വീണ്ടും കുറെ എന്തായാലും 1 വർഷം എടുക്കൂലേ? 1 വർഷം? പിന്നെ അപ്പോഴേക്ക് ഇത് തൻ്റെ ഇപ്പോഴത്തെ ആ ഒരു മൂഡൊക്കെ അങ്ങ് മാറും, എൻ്റെ മൂഡും മാറും, ഈ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് മാറൂലേ? ഇപ്പൊ ഞാന് എന്തായാലും പോകാൻ ഒരു 2-3 ആഴ്ച, ഒരു കഷ്ടി 1 മാസമൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഈ ടേസ്റ്റൊക്കെ ഒന്നും കൂടി പുതുക്കിയെടുക്കാൻ അത്രയൊക്കെ ദിവസം പോരെ മീര വിചാരിച്ചാൽ? അതിന്റെ ഇത് ചേട്ടൻ വരേണ്ട പരിപാടി ഉണ്ട് എന്ന് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞാ വരുന്നുണ്ടെന്ന് പറഞ്ഞാ? അതെന്തായാലും കുറച്ച് ദിവസം എടുക്കും. അതിന് മുന്നേ നമുക്ക് ഒന്ന് ഒരു കൂടുതലൊക്കെ ഇനിയും കൂടെ. വേണ്ട, ഇനി ഞാൻ പറഞ്ഞിട്ടില്ലേ, 1 പ്രാവശ്യമല്ലേ മതി. അതെ, 1 പ്രാവശ്യം തന്നെ. ഞാൻ പറഞ്ഞു ഈ ഒരു ടേസ്റ്റും ഈ ഒരു സന്ദർഭവും സുഖമൊക്കെ നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരൂല കേട്ടോ. പിന്നെ മീര മനസ്സ് വെച്ചാല് ഒന്നും കൂടി നമുക്ക് നല്ല എന്താ പറയണ്ടേ,
ഇത് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞൊന്നല്ല, അതിനകത്ത് വേറെയും കുറെ സംഭവങ്ങളൊക്കെ ചേരാനുണ്ട് കേട്ടോ. ഉം. ഉം, ഈ ഉം. ഇനി വന്നാലും എനിക്ക് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അതൊന്നും ഒരു പ്രശ്നമല്ല. വേണ്ട, നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെ വന്നതാ. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ വെച്ചാല് ഇതിനകത്ത് മീരക്ക് ഇനിയും ഇത് ഏതൊക്കെ ലെവലിൽ എത്താനുണ്ടെന്നറിയാം ഈ ഒരു കാര്യത്തിലൂടെ. ഈ കളി എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മൾ നാടൻ ഭാഷയെ പറയുന്നതാണ് കളി 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 എന്ന് പറയുന്നത്. നിനക്കറിയാമല്ല, കളി എന്ന് പറയുന്നത് അതിന് ഒരുപാട് തലങ്ങളുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പോകണം. പോകുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാവുക. അല്ലാണ്ട് വെറുതെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ രണ്ടാളും മറ്റേ കളിച്ച് ഇത് തളർന്നെണീറ്റ് ഇത് നിർത്തിയിട്ട് പോക്കൊന്നുമില്ല. ഞാൻ കൊറേ മനസ്സിലാക്കിയല്ലോ. ഒരുപാട് നിനക്ക് മനസ്സിലായി. ഇതൊന്നുമല്ല, അതിനപ്പുറം ഉണ്ട്. ഇന്നലെ തന്നെ മീര കറക്റ്റ് ഒന്നും സഹകരിച്ചിട്ടില്ല. സഹകരിച്ചിരുന്നെങ്കിൽ മീര ഇന്നലെ ആ സമയത്ത് തന്നെ ഉയരങ്ങളിലെത്തി തന്നെ. പഠിച്ചതല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വായിക്കാൻ ഒരുപാട് ബുക്കുകളുണ്ട്. ഗ്രന്ഥം തന്നെ ഒരു ഗ്രന്ഥമുണ്ട്. അതായത് വായിക്കാനും വേ ചെയ്യാനും കേട്ടിട്ടുണ്ടാ പുള്ളി? ഇതൊന്നും അല്ല, വായിച്ച് ഇനി ഒന്നും ചെയ്യണ്ട, വായിച്ചാ മതി. അപ്പൊ തന്നെ നമ്മള് എല്ലാം ആയി അതിനകത്ത്. അങ്ങനെയുള്ള വീട്ടിലെ പുസ്തകങ്ങളുണ്ട് ഇതിനെപ്പറ്റി, കളിനെ പറ്റി, എങ്ങനെയൊക്കെ എന്തൊക്കെ കളിക്കണം, എങ്ങനെയൊക്കെ കളിക്കണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വായിച്ച് മനസ്സിലാക്കാനുണ്ട്. അല്ല, കളിക്കേണ്ടി വരും വെച്ചാല് നമ്മള് വായിച്ച് മനസ്സിലാക്കിയിട്ടാകുമ്പോ പിന്നെ കളിക്കാനുള്ള ഒരു ത്വര ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലേ? ശരിക്കും പറഞ്ഞാല് കല്യാണം കഴിച്ച മീരയൊക്കെയാണ് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഏട്ടൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ബുക്ക് വായിച്ചിട്ട് ഇത് കണ്ടിട്ടൊന്നും. ഇത് എനിക്കറിയില്ല, അത്ര താല്പര്യം ഇല്ലാത്ത ആളൊന്നുമല്ല, താല്പര്യമൊക്കെ ഉണ്ട്. അത് ചില ആൾക്കാരെ കാണുമ്പോൾ അവരുടെ കൂടെ കളിക്കണമെന്ന് തോന്നുന്ന ഒരു തോന്നലുണ്ട്. ആ തോന്നലിലേക്ക് എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പൊ എനിക്കിപ്പം മീരയോട് തോന്നും പോലെ ആയിരിക്കില്ല മീരയുടെ ചേട്ടന് മീരയോട് തോന്നും. അത് കല്യാണം കഴിഞ്ഞതിനെ വെച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഇതുവരെ വായിക്കാനൊന്നും തന്നിട്ടില്ല, അങ്ങനെ വായിക്കില്ല. വായിക്കാൻ തോന്നിട്ടില്ല? ഇത് പുസ്തകം പേടിയില്ല. അതങ്ങ് എന്റെ അവിടെ റൂമിലാ ഉള്ളത്. നിന്റെ ചേട്ടനൊന്നും അറിയില്ല. ഞാൻ പെട്ടിയിൽ വെച്ച് ഭദ്രമായിട്ട് പൂട്ടി വെച്ചതാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുന്നവരൊക്കെ കൊണ്ടുതരുമോ? അത് പെട്ടെന്ന് ഒരിക്കൽ വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല. വലിയൊരു ഗ്രന്ഥാണ്. ഏതാണ്ട് ഒരു 1000-500 പേജ് ഉണ്ട്. വായിച്ചിട്ട് എനിക്ക് ഏട്ടൻ വരുമ്പോഴൊക്കെ ഇതാ എല്ലാം പഠിക്കാന്ന് വിചാരിച്ചിട്ട്. ഏട്ടൻ വരുമ്പോഴേക്ക് അത് വായിച്ചിട്ട് അല്ല, ഏട്ടൻ വരുമ്പോഴേക്ക് മീരി അത് വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനും കൂടി വായിക്കണ്ടേ? അത് വേണ്ട, ശരിക്കും വായിക്കേണ്ടത് ആണുങ്ങളാണ് ശരിക്കും അത് വായിക്കേണ്ടത്. അല്ല, ആണുങ്ങളാണല്ലോ ഇതിന് മുൻകൈ എടുക്കേണ്ട ആള്. അപ്പൊ ആണുങ്ങൾ വേണം ഇത് വായിച്ച് പഠിച്ച് ക്ലിയർ ആക്കി വെക്കാൻ. ഒരു വക കല്യാണം കഴിഞ്ഞ കൂട്ടരൊക്കെ ഈ കളിയിൽ പരാജയപ്പെട്ടു പോകുന്ന ഇതിനെ പറ്റിയൊന്നും നല്ലൊരു അറിവില്ലാത്തത് ആണുങ്ങൾക്ക് തീരെ ഉണ്ടാവില്ല. പെണ്ണുങ്ങൾക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏട്ടനോട് ആ ബുക്ക് കൊണ്ടുതരാൻ പറഞ്ഞത് ആര് അന്നേരം ഇത് ഏട്ടൻ ചോദിക്കൂല, ഇത് എവിടുന്ന എനിക്ക് ഇതിനെ പറ്റി അറിയാന്ന് വെച്ചാൽ നീരെന്നാ പറയാ? അതൊക്കെയാന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ പറയുമ്പം നിന്നെ തെറ്റിദ്ധരിച്ചാലോ? എനിക്കെന്ത് പേടിയോ? അതിന് വീരേനെ സംശയിക്കുന്നുള്ള പേടിയോ? എല്ലാരും അത് ഉൾക്കൊള്ളുക. പിന്നെ നിങ്ങൾ ആ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെങ്കിൽ കുഴപ്പമില്ല. അധികം ഇങ്ങനെയൊന്നും സംസാരിക്കൂല. അതുകൊണ്ട് പറഞ്ഞു. കൊണ്ടത്തരാൻ പറഞ്ഞ നല്ല കാര്യമാണ്. പിന്നെ സന്ദീപിന് ഒരു അമ്മായിന്റെ മോളില്ലേ? അത് നീര് അന്നും ചോദിച്ചല്ലേ? അതെ, അമ്മായിന്റെ മോളെ കല്യാണം കഴിക്കുന്നു